MC ടെക്നോളജി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നൗഫൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് വാട്സപ്പിലെ ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ആരുടെയെങ്കിലും ചാറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേറൊരാളുടെ മെസ്സേജ് കാണുവാനും അതേപോലെ തന്നെ അവർക്ക് റീപ്ലൈ നൽകുവാനും സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നിങ്ങൾ ആർക്കെങ്കിലും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വന്ന മെസ്സേജ് അവർ കണ്ടു എന്ന് ബ്ലൂ ടിക്ക് വരണമെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ള സി നോട്ടീസ് എന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട്. നിങ്ങൾ അത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അതിനുശേഷം അത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പെർമിഷൻ അലോ ചെയ്യാൻ വേണ്ടി പറയും. എന്നിട്ട് നിങ്ങൾക്ക് മുകളിലായി കാണാം എനേബിൾ സി നോട്ടീസ് എന്നൊരു ഓപ്ഷൻ. അത് നിങ്ങൾക്ക് അൺടിക്ക് ആണ് എങ്കിൽ നിങ്ങളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷനിലേക്കായിരിക്കും പോവുക. നിങ്ങൾക്ക് സി നോട്ടീസ് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഒന്ന് എനേബിൾ ചെയ്ത് നൽകുക. അതിനുശേഷം ഒരു പെർമിഷൻ കൂടി ചോദിക്കും. അത് നിങ്ങൾ അലോ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും ബാക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നൽകിയിരിക്കുന്ന എല്ലാവിധ ആപ്ലിക്കേഷനുകളും കാണുവാൻ വേണ്ടി സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് നോട്ടിഫിക്കേഷൻ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ വാട്സപ്പ് തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ വാട്സപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് വരികയാണ്. വേറെ ഒരു സെറ്റിങ്സും ഇതിൽ ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് വരുന്ന പെർമിഷനുകളൊക്കെ തന്നെ ഒന്ന് അലോ ചെയ്ത് നൽകുക എന്ന് മാത്രമാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ റെഡ്മി യൂസർ ആണെങ്കിൽ, അതായത് MI മൊബൈൽ യൂസർ ആണെങ്കിൽ, MIUI സപ്പോർട്ടഡ് ആയിട്ടുള്ള മൊബൈലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ പോയി ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ മുകളിലായി തന്നെ കാണാം സി നോട്ടീസ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഓട്ടോ സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഓതർ പെർമിഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഇൻഡു എന്ന് കാണുവാൻ വേണ്ടി സാധിക്കും. ആ 2 ഓപ്ഷനും ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആക്സെപ്റ്റ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ എല്ലായ്പ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നതോടുകൂടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു മെസ്സേജും വരുന്നതല്ല. ഇപ്പോൾ ഞാൻ വാട്സപ്പ് ബിസിനസ്സിൽ നിന്നും ഞാനൊരു മെസ്സേജ് ഇവിടെ സെൻഡ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഹായ് എന്ന് ഒരു മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു വാട്സപ്പിൻ്റെ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ മെസ്സേജ് ഇവിടെ കണ്ടു എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഡബിൾ ടിക്ക് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം സെൻഡ് ചെയ്ത മെസ്സേജ് അവർ വായിച്ചിട്ടുണ്ട് എന്ന്. കാരണം വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് വന്ന മെസ്സേജ് വായിച്ചു എന്ന് നിങ്ങൾക്ക് അവിടെ കാണിക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ ഞാൻ വീണ്ടും ഒരു മെസ്സേജ് ഇവിടെ സെൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും തന്നെ റീപ്ലൈ നൽകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇതിന് റീപ്ലൈയും നൽകുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം യെസ് എന്ന് റീപ്ലൈ വന്നത്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ജോലിയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഏതെങ്കിലും ഒരു വീഡിയോ കാണുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിയിലായിരിക്കുമ്പോഴും നിങ്ങൾക്ക് വരുന്ന വാട്സപ്പിലെ മെസ്സേജ് നിങ്ങൾ റീഡ് ചെയ്തു എന്ന് അറിയിക്കുവാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നെ റീപ്ലൈ നൽകുവാനും സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണിത്. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് നൽകുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.